ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആയിട്ടുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് വരുന്ന ഫുള്ള് കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റും കൺഫേംഡ് ആയിട്ടുള്ള മുഴുവൻ കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റും നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അധികം വൈകാതെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എത്തുമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ആ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് കൺഫേം ആയിട്ടുള്ള 18 മത്സരാർത്ഥികളുടെയും ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, ബിഗ് ബോസ് സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ റീസൺസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 പേരുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയേക്കാം. അത് ഉള്ളിൽ വെച്ചിട്ട് വേണം ഈ ഒരു വീഡിയോ മുന്നോട്ട് പോയി കാണാനായിട്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര്, ഞാൻ ഇന്നലെ പറഞ്ഞ പേരുകൾ പലതും ഈ ഒരു വീഡിയോയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണേണ്ടവർക്ക് സ്കിപ്പ് ചെയ്ത് കാണാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് മറ്റാരുമല്ല, ഏഷ്യാനെറ്റിലെ ഒരു സീരിയൽ ഫെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള അവന്തിക മോഹൻ നമ്മുടെ ഏഷ്യാനെറ്റിലെ തൂവർ സ്പർശം എന്ന് പറയുന്ന ഒരു സീരിയലിൽ ഒരു IPS കഥാപാത്രം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അവന്തിക മോഹൻ ബിഗ് ബോസിലേക്ക് 100% കൺഫേംഡ് ആണ്. അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് അക്ബർ ഖാൻ ഏഷ്യാനെറ്റിലെ നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ഉള്ള വ്യക്തിയാണ്. അക്ബർ ഖാനും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആണ്. ഒരു പാട്ടുകാരനാണ്, പാട്ടെഴുത്തുകാരനാണ്. അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്ത് പറയുന്നത് ഐശ്വര്യ റംസായും ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ ആക്ട്രസ് ആണ്. 100% കൺഫേംഡ് ആണ്. ഇപ്പോഴും റീസെന്റ് ആയിട്ട് ഏഷ്യാനെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസിൽ ഉറപ്പായിട്ടുണ്ടാവും. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് നമ്മുടെ ഏഷ്യാനെറ്റിലെ പരസ്പരം സീരിയൽ ഫെയിം ആയിട്ടുള്ള രേഖ രതീഷ്. ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സീനിയർ വുമൺ ആക്ട്രസ് ആണ്. രേഖ രതീഷും ബിഗ് ബോസ് സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആണ്. അടുത്തതായിട്ട് അഞ്ചാമത് പറയുന്നത് നമ്മുടെ സുധിച്ചേട്ടന്റെ ഭാര്യയായിട്ടുള്ള നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫെമിലിയർ ആണ് രേണു സുധിയും ഈ പറയുന്ന നമ്മുടെ ഷോർട്ട് ഫിലിം, റീൽസ് അതിലൊക്കെ അഭിനയിക്കുന്ന ഒരു അഭിനേത്രിയാണ്. രേണു സുധിയും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആണ്. അടുത്തതായിട്ട് ആറാം സ്ഥാനത്ത് പറയുന്നത് ആദിത്യൻ ജയൻ ഏഷ്യാനെറ്റിൽ ഒരു സീനിയർ സീരിയൽ ആക്ടർ ആണ്. അതുപോലെ തന്നെ പല സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആദിത്യൻ ജയനും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആണ്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ ഏഴാമത്തെ പേര് സ്റ്റാർ മാജിക് ഫെയിം ആയിട്ടുള്ള അനുമോളും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആണ്. ഒരു ആക്ട്രസ് ആണ്, സ്റ്റാർ മാജിക് ഫെയിം ആണ്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ എട്ടാമത്തെ പേര് RJ അഞ്ജലി ഒരു റേഡിയോ ജോക്കിയാണ്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന കുക്ക് വിത്ത് കോമഡി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലും ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു. അഞ്ജലിയും കൺഫേംഡ് ആണ്. അടുത്തതായിട്ട് ഒമ്പതാമത് പറയുന്നത് അപ്പാനി ശരത്ത് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു ആക്ടറാണ്, അതുപോലെ തന്നെ ഒരു ഓൺട്രപ്രണറുമാണ്. അപ്പാനി ശരത്തും ബിഗ് ബോസ് സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആയ ഒരു മത്സരാർത്ഥിയാണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ പത്താമത്തെ പേര് ബബിത ബബി, ഒരു യൂട്യൂബർ ആണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ 11ാമതായിട്ട് പറയുന്നത് ഇന്റർവ്യൂവർ ആയിട്ടുള്ള ശാരികയും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 12ാമത്തെ പേര് ആദിലയും നോറയും. ഇവർ രണ്ടുപേരും കപ്പിൾസ് ആണ്. ആദിലയും നോറയും ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടായിരിക്കും ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നത്. ഇവർ രണ്ടുപേരും കൺഫേംഡ് ആണ് 100%. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ 13ാമതായിട്ട് പറയുന്നത് ഒരു ആക്ടർ ആയിട്ടുള്ള അഭിശ്രീ. അധികം പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഏഷ്യാനെറ്റിലെ കാതോട് കാതോരം എന്ന് പറയുന്ന ഒരു സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. സീരിയൽ ആക്ടർ ആണ് അഭിശ്രീ. ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആണ്. അടുത്തതായിട്ട് 14ാമതായിട്ട് പറയുന്നത് ഏഷ്യാനെറ്റിൽ ഒരു പണ്ടത്തെ ഒരു സീരിയൽ താരമാണ്. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ടിവിയിലൊക്കെ ആ സീരിയലുകളിൽ അഭിനയിക്കുന്നുണ്ട്. ഷാനവാസ് എന്നാണ് പേര്. യുദ്രൻ എന്ന കഥാപാത്രമാണ് ഏഷ്യാനെറ്റിൽ ഒരു സീരിയലിൽ ചെയ്തിരുന്നത്. സീരിയലിന്റെ പേര് മറന്നുപോയി. ഷാനവാസ് എന്നാണ് പുള്ളിക്കാരന്റെ പേര്. ബിഗ് ബോസ് സീസൺ 7ലേക്ക് ഒരു 100% കൺഫർമേഷൻ പറയുന്നില്ല, എന്നാലും കൺഫേംഡ് ആണ്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ 15ാമത് പറയുന്നത് ദീപക് മോഹൻ ഒരു ഇൻഫ്ലുവൻസർ ആണ്. ഈ പറയുന്ന പോലെ ഒരു സ്പീക്കർ എന്നൊക്കെ പറയില്ലേ, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന വ്യക്തി, ഇൻഫ്ലുവൻസർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ദീപക് മോഹനും ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു 100% കൺഫേംഡ് ആയ ഒരു കണ്ടസ്റ്റന്റ് ആയി തന്നെയാണ് കേൾക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ 17ാമത് പറയുന്നത് ഉപ്പും മുളകും ഫെയിം ആയിട്ടുള്ള ബിജു സൗബാനം. അതായത് ഉപ്പും മുളകിലെ ബാലു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരുന്ന ബിജു സൗബാനം ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് കൺഫേംഡ് ആണെന്ന് കേൾക്കുന്നു.
അടുത്തതായിട്ട് 19ാമതായിട്ട് പറയുന്നത് ഒരു ഓൺട്രപ്രണറും ഇൻഫ്ലുവൻസറുമായിട്ടുള്ള അരുൺ നായരും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു 100% കൺഫേം ആണെന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് 20ാമത് പറയുന്നത് റോഹൻ ലോണ ഒരു ഇന്റർവ്യൂവർ ആണ്. അതുപോലെ തന്നെ മിസ്റ്റർ ഇന്ത്യ റണ്ണറപ്പ് ഒക്കെയാണ്. റോഹൻ ലോണയും ബിഗ് ബോസിൽ ഉണ്ടാകും എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് അമേയ പ്രസാദ്, നമ്മുടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് LGBTQIA കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ട്രിവാൻഡ്രം പ്രസിഡന്റ് കൂടി ആയിട്ടുള്ള അമേയ പ്രസാദും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വരുന്നു എന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് ഒരു പേര് കൂടി പറയാണ്, മറ്റാരുമല്ല പ്രജുൻ മാഷ്. ഇപ്പോൾ തൻ്റെ നാട്ടിൽ ഈ പറയുന്ന പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഫ്ലെക്സ് ഒക്കെ ഇങ്ങനെ അടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ അടാറ് ഫാൻ ബേസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു സോഷ്യൽ മീഡിയ താരമാണ്. അപ്പോൾ പ്രജുൻ മാഷും ഈ പ്രാവശ്യം ബിഗ് ബോസിൽ ഉണ്ടാകും, ഒരു 100% ഉറപ്പായൊരു കണ്ടസ്റ്റന്റ് ആണെന്ന് പുള്ളി തന്നെ സ്വയം സ്ഥാപിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഫ്ലെക്സും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ പുള്ളി ഉൾപ്പെടുത്തിയത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഏകദേശം 20ഓളം വരുന്ന കണ്ടസ്റ്റന്റിന്റെ ലിസ്റ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് 1-2 പേര് പുറത്താക്കപ്പെടാം, അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 18 മത്സരാർത്ഥികളാണ് ആദ്യം പങ്കെടുക്കുന്നത്. ഒരാൾ കോമണർ ആയിട്ടും ഉണ്ടാകും എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന 20 കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് 1-2 പേര് പുറത്താക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ആരൊക്കെ ആയിരിക്കും ബിഗ് ബോസിൽ ഈ വർഷം പങ്കെടുക്കാനായിട്ട് വരുന്നതെന്ന്. സീസൺ 7 ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ ഒരു മാസം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിനും ഉറപ്പായിട്ടുള്ള 100% ഈ പറയുന്ന കൺഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് വരുന്നൊരു സമയമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോരുത്തർക്കൊക്കെ ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടി ഇപ്പോൾ 18 മത്സരാർത്ഥികളെയും എടുത്തു കഴിഞ്ഞതായിട്ടാണ് പറയാനായിട്ട് സാധിച്ചത്. കോമണേഴ്സിനെയും കൂടി സെലക്ട് ചെയ്യാനുണ്ട്. ഇതുവരെയും കോമണേഴ്സിനെ സെലക്ട് ചെയ്തിട്ടില്ല എന്നാണ് കേട്ടത്. ഇനിയിപ്പോൾ കോമണേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ കുറച്ച് സമയങ്ങളൂടെ ഉണ്ട്. അപ്പോൾ കോമണേഴ്സിനെയൊക്കെ തീർച്ചയായിട്ടും ഇനിയും ചിലപ്പോൾ ഓഡിഷൻ ഗോളും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി കുറേ പേരെ വിളിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം കോമണേഴ്സൊക്കെ എത്ര പേരുണ്ടാവും. അതും കൺഫേം ആയിട്ട് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു കോമണറാണ് ഫസ്റ്റ് കയറുന്നത് എന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം കോമണേഴ്സ് ഒക്കെ എത്ര പേരുണ്ടാവുമെന്ന്. അതൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. കോമണേഴ്സിന്റെ കാര്യം എത്ര പേരുണ്ടാവും എന്ന് കൺഫേം ആയിട്ട് അറിഞ്ഞിട്ടില്ല. അതറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. കോമണേഴ്സിനെ കുറച്ച് സീക്രട്ട് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോമണേഴ്സിന്റെ ഒരു അപ്ഡേറ്റ്സും നമുക്ക് കിട്ടുന്നില്ല. കണ്ടസ്റ്റൻസിന്റെ പേര് കിട്ടുന്നുണ്ട്, പക്ഷെ കോമണേഴ്സിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അപ്ഡേറ്റ്സ് പോലും നമുക്ക് കിട്ടുന്നില്ല. അതിന്റെയൊക്കെ കാരണം ഏഷ്യാനെറ്റ് അത്രയും സീക്രട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വലിയ പ്ലാൻ അതിന്റെ പുറകിൽ വെച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജനങ്ങളുടെ ഒപ്പീനിയനും എൻ്റെ ഒപ്പീനിയനും ഷോയെ ബന്ധപ്പെട്ടുകൊണ്ടായാലും അല്ലെങ്കിൽ ഷോ ബന്ധപ്പെട്ട് വരുന്ന മറ്റുള്ള കോൺട്രവേഴ്സികളെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഫേസ് കാണിച്ച് തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ഹെൽപ്പോടുകൂടി ഈ പറയുന്ന ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് മാത്രം, ഷോയെ ബന്ധപ്പെട്ടുകൊണ്ടല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ ഷോ വരുന്ന സമയത്ത് കണ്ടസ്റ്റൻസിനെ ബന്ധപ്പെട്ടുകൊണ്ട് കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ വരുന്നത് സാധാരണമായിട്ട് നമ്മൾ സീസണുകളിൽ കാണാറുണ്ട്. ഈ പറയുന്ന കണ്ടസ്റ്റൻസ് മാനസികമായിട്ടൊക്കെ ആക്രമിക്കപ്പെടാറുള്ളത്. അതായത് കണ്ടസ്റ്റൻസ് ഉള്ളിലാണ്, എന്നാലും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പല സീസണുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കായാലും എനിക്കായാലും പേഴ്സണൽ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പ്രത്യേകം ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സീസൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഇൻസ്റ്റഗ്രാം ID നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാണ്, നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരിക്കലും യൂട്യൂബിൽ നിന്ന് കാശും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മുടെ ചാനൽ സീസൺ തീരുന്നതിന് മുമ്പ് 1K സബ്സ്ക്രൈബേഴ്സിന് മുകളിലും 4000 വാച്ച് അവറിന് മുകളിൽ വരികയാണെങ്കിലായിരിക്കും ഈ പറയുന്ന ചാനലിൽ നിന്ന് നമുക്ക് വീഡിയോസിന് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ വീഡിയോസിന് ഈ പറഞ്ഞ ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഇടുന്ന വീഡിയോസിൻ്റെ 50%ഓളം നിങ്ങൾക്ക് തന്നെ ആ ഒരു ഏണിങ്സ് അടച്ചു കിട്ടുന്നതായിരിക്കും. അതുകൂടി മനസ്സിൽ വെച്ചേക്കുക. ഇതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഉപയോഗിച്ച് ഞാൻ ഏൺ ചെയ്യുന്നു എന്നൊരു പേരുദോഷം മാറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ അത്തരത്തിലല്ല, നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്തേക്കാം. താങ്ക്.